നടിയെ ആക്രമിച്ച കേസിൽ 2 പ്രതികളുടെ ഹർജികൾ ഹൈക്കോടതി തള്ളി. 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, ആരൊക്കെയാണ് ഈ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ഈ അപേക്ഷ തള്ളിക്കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? സിജു, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്, ഇവരുടെ ഈ 2 പേരുടെ ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഇവരെ 20 വർഷം കഠിന തടവിന് നമുക്കറിയാം അതിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളെ ശിക്ഷിച്ചിരുന്നു. അവരുടെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. ഒപ്പം ഇവരുടെ ശിക്ഷാവിധി പോരാ എന്നുള്ള സർക്കാരിൻ്റെ അപ്പീലും പരിഗണനയിലാണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് കോടതി പരിഗണിക്കുന്നത്. അതിനിടയിലാണ് ഇവരൊരു ഇടക്കാല ആശ്വാസം തേടി കോടതിയിലെത്തിയത്. 4 പ്രതികളാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തത്. അതായത് ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ശിക്ഷാവിധിന്മേലുള്ള അപ്പീൽ വാദം കേൾക്കുന്നതിന് മുമ്പ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തി തങ്ങളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം. നേരത്തെ ഈ മുഖ്യപ്രതി പൾസർ സുനി ഇതേ ആവശ്യം ഉന്നയിച്ച് ഇതേ കോടതിയിൽ ചെന്നിരുന്നു. അന്നത് തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ 2 പ്രതികൾ, 5-ാം പ്രതിയും 6-ാം പ്രതിയും ഇതേ ആവശ്യം ഉന്നയിച്ച് അതേ കോടതിയിലെത്തി. അതേ കോടതി തള്ളി എന്നുള്ളതാണ് വസ്തുത. കോടതി പറഞ്ഞത് ഇത് ഈ ഓടുന്ന വാഹനത്തിൽ പണം ഒരു യുവതിയെ ഇത്തരത്തിൽ അതിക്രമം നടത്തി, അത് പണം കൈപ്പറ്റി കൊട്ടേഷൻ ജോലിയാണ് ചെയ്തത്. അത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരണ കോടതി കണ്ടെത്തിയ പ്രതികൾക്ക് ശിക്ഷ മരവിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് കോടതി പറഞ്ഞ ഒന്നാമത്തെ കാര്യം. 2, ഈ പ്രതികളുടെ ഹർജിയിൽ ഈ വിചാരണ കോടതിയുടെ വിധിയിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്നല്ല പറയുന്നത്, ടെക്നിക്കൽ അപാകതയല്ല പറയുന്നത്, മറിച്ച് അവർ കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അത് വാദം കേട്ടേ തീരുമാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ കാരണം കൊണ്ടും ശിക്ഷ മരവിപ്പിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലാണ് കേസ് എത്തിയത്. ഇതേ ആവശ്യം ഉന്നയിച്ച് പൾസർ സുനി എത്തിയിരുന്നെങ്കിലും അത് അനുവദിച്ചിരുന്നില്ല. ഇവരുടെ എല്ലാ അപ്പീലും ശിക്ഷ പോരെന്ന് പറഞ്ഞുള്ള സർക്കാരിൻ്റെ അപ്പീലും കോടതിയുടെ പരിഗണനയിലാണ്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.